ഉറപ്പായിട്ടും നന്ദി പറഞ്ഞു. കാരണം ഞാൻ ചില കോൺട്രവേഴ്സിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനൊരു സാക്ഷ്യം പറഞ്ഞതിൻ്റെയൊക്കെ പേരിൽ. അപ്പോൾ അതെൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ അതിന് നമ്മൾ ക്യാഷ് മേടിച്ച് അങ്ങനെ ഉള്ള രീതി കോൺട്രവേഴ്സിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ശരിക്കും ഈ ഒരു പടത്തിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ എനിക്ക് ദൈവം എനിക്ക് അറിഞ്ഞു തന്നൊരു അനുഗ്രഹം പോലെ തോന്നി. എന്നെ ഈ ഒരു മാതാവായിട്ടുള്ളൊരു ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് എന്നെ കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടറുടെ മനസ്സിലേക്ക് ഈ കുട്ടി മതി എന്ന് തീരുമാനിക്കുന്നിടത്ത് അത് എനിക്ക് തോന്നി ദൈവാനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നി. ദൈവം എല്ലാ സമയങ്ങളിലും കൈപിടിച്ച് ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് ലൈഫിൽ. അനുഭവിക്കാൻ പറ്റുന്നതിലപ്പുറം അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ എങ്കിൽ കൂടി ആ സമയങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉറപ്പായിട്ടും ഞാനിപ്പം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു ട്രസ്റ്റ് ഇൻ ഗോഡാണ്. അതിൽ മാറ്റമില്ല, ഇതുവരെ വരുത്തിയിട്ടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളൊരു പ്രതിഫലം നമുക്ക് തരും.